നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് ലൈസൻസ് ഇല്ലാതെ ഇനി ഒരു കടയും പ്രവർത്തിക്കാമെന്ന വ്യാമോഹം ആർക്കും വേണ്ട. ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കാനിരുന്ന കട പോലും പൂട്ടിച്ചിരിക്കുകയാണ് മേയർ നേരിട്ടിറങ്ങി. കാരണം ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കട വെറുതെ ആയാലും ശരി, പണം കൊടുത്ത് വാങ്ങുന്ന ആയാലും ശരി, ഭക്ഷണം കൊടുക്കുന്ന കടയിൽ വേണ്ട സംവിധാനങ്ങൾ കൃത്യമായി തന്നെ വേണം, വേണ്ട നിയമങ്ങൾ കൃത്യമായി തന്നെ പാലിക്കപ്പെടുക തന്നെ വേണമെന്നും വ്യക്തമാകുന്നു. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, ഒരു ഹോട്ടലിൽ നമ്മൾ വിശ്വസിച്ചാണ് ചെന്ന് കയറുന്നത്. അതിനുശേഷം കുഴിമന്തിയോ അല്ലെങ്കിൽ മറ്റ് ഫാസ്റ്റ് ഫുഡും കഴിച്ചതിന് ശേഷം വയറുവേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാൽ പോലും നമ്മൾ വീണ്ടും ആ കടകളിൽ നിന്നും ഭക്ഷണം വാങ്ങാറുണ്ട്. എന്നാൽ ആ ഭക്ഷണം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ആ ഭക്ഷണശാല പ്രവർത്തിക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത് തന്നെയാണ് ഇവിടുത്തെ മേയറും കാണിച്ചത്. മറ്റൊന്നുമല്ല, ലൈസൻസ് ഇല്ലാത്ത ഇത്തരത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസും കണ്ണിൽ പൊടിയിടാൻ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയ എല്ലാവരെയും ഒരൊറ്റ ദിവസം കൊണ്ട് പൂട്ടിയിരിക്കുകയാണ് വി രാജേഷ്. എന്തായാലും VVRന്റെ നീക്കങ്ങൾ ശക്തമായി തന്നെ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ധൈര്യത്തോടു കൂടി ഒരു ഭക്ഷണ കടയിൽ പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ, പണം കൊടുത്ത് വാങ്ങി സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇത്തരം പരിശോധനകൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടാകണമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ന് തിരുവനന്തപുരത്തെ മുട്ടടയടക്കമുള്ള വിവിധ സ്ഥലങ്ങളിലാണ് മേയർ നേരിട്ടിറങ്ങി ഇത്തരം കാര്യങ്ങൾ നടത്തിയത്. എന്തായാലും ഇന്ന് കട പൂട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അത്തരം വാർത്തകളിലേക്കും ഒപ്പം മേയറിന്റെ പ്രതികരണത്തിലേക്കും. ഇവിടെ 11ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുള്ളതാണ്. അതിനിടയ്ക്ക് കൺസ്ട്രക്ഷൻ നടത്തി ഇന്നിവിടെ ഇനാഗുറേഷൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ എല്ലാം ക്യാൻസൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങളെയൊക്കെ തടസ്സം നമ്മുടെ നഗരസഭയുടെ അനുമതിയോടുകൂടി അല്ലാത്തതൊക്കെ നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളത് കാണുമ്പോൾ ഇന്നത്തെ ഇത് സ്റ്റോപ്പ് മെമ്മോയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല. അനധികൃത നിർമ്മാണമായതുകൊണ്ട് നഗരസഭ തന്നെ 11-ാം തീയതി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഇപ്പോൾ അത് കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ഇതിന് ലൈസൻസ് ഇല്ലാതെ ലൈസൻസ് ആപ്ലിക്കേഷൻ പോലും കൊടുത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ലൈസൻസ് ഇല്ലാതെ ഒരു നിർമ്മാണം, ലൈസൻസ് ഇല്ലാതെ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ. അനധികൃത നിർമ്മാണത്തിന് ഒരിക്കലും ലൈസൻസ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രവർത്തനം നിർത്തിവെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നഗരസഭയിൽ നിന്നും പെർമിറ്റും ലൈസൻസും കിട്ടിയതിനു ശേഷം മാത്രമേ സ്ഥാപനം തുടങ്ങാൻ പാടുള്ളൂ. ബിൽഡിംഗ് നിലവിൽ നിർമ്മാണത്തിന്റെ റൂൾ 23 പ്രകാരം ആവശ്യമായിട്ടുള്ള ഓപ്പൺ സ്പേസ് കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ വയലേഷൻ. അതുപോലെ തന്നെ ഈ റോഡ് 21 മീറ്റർ വൈഡനിങ് ഉള്ളതാണ്. ആ വൈഡനിങ്ങിന്റെ അകത്താണ് നിർമ്മാണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിൽഡിംഗ്, അത് മാത്രമല്ല, നഗരസഭയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു കാര്യവും ഇവിടെ നടത്തണ്ട എന്നുള്ളത് തന്നെയാണ്. മേയർ ഇന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. 2-3 സ്ഥലങ്ങളിൽ മേയർ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ടും വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അപ്പം നഗരസഭയുടെ അനുമതി ഇല്ലാതെ നഗരസഭയുടെ സ്ഥലത്ത്
ഈ റോഡ് തടസ്സം, വെള്ളക്കെട്ടിന്റെ പ്രശ്നം, ഇതൊക്കെ ഒരുപാട് രൂക്ഷമാണ്. അപ്പം ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് നഗരസഭയെ അറിയിക്കാതെ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇതിപ്പം ഈ ഘട്ടം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ലീസിന് പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം അത് നിർമ്മാണം നടത്തിയിരിക്കുകയാണ് ചെയ്തത് ഹോട്ടലിന്റെ ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ അത് ഒരു യാതൊരുവിധ നിയമവും പാലിക്കാതെ, കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ പാലിക്കാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ക വയലേഷനാണ്. അപ്പോൾ അത് ഈ സ്റ്റോപ്പമ്മ കൊടുത്തിട്ട് ഇനി ചെയ്യാൻ പറ്റുള്ളൂ. കേരള മുനിസിപ്പാലിറ്റി ആക്ട് 406 വകുപ്പ് പ്രകാരം പ്രൊവിഷണൽ ഓർഡർ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിന്റെ പ്രവർത്തനം തുടങ്ങാൻ പാടില്ലെന്ന് ഉടമയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തുടങ്ങാതിരിക്കാൻ. ഈ സ്റ്റോപ്പ് നമ്പർ കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണം നടത്തുന്നത് എന്തുകൊണ്ടാണ്? അതെ, ഭയമില്ലാത്തതുകൊണ്ട്. ഇതിന് മുന്നേ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, പക്ഷെ ഇനി അങ്ങോട്ട് നടക്കില്ല എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മേയർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നഗരസഭയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം മാത്രമേ കടകൾക്കും അല്ലാതെ ബിൽഡിങ്സുകൾക്കും ഒക്കെ ചെയ്യാൻ ഇനി ഒരു പെർമിഷൻ ഉള്ളൂ. നഗരസഭയുടെ പെർമിറ്റ് ഇല്ലാതെ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതിനനുസരിച്ച് ആൾക്കാരെ ഇറങ്ങുന്നുണ്ട്, നോക്കിയിട്ട് അതിന് സ്റ്റോപ്പ് ഏതായിരുന്നാലും ഇവിടെ ഉദ്ഘാടനമാണ്. എന്ത് ആറ്റിറ്റ്യൂഡാണ് അവരുടെയെന്ന് അറിയില്ല. ഇന്ന് 11ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതാണ്. എന്നിട്ട് കൂടി ഇനി അങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. ഇന്നാണ് 2 ദിവസത്തിന് മുമ്പേ അറിഞ്ഞെങ്കിലും അവധിയായിരുന്നല്ലോ. ഇന്നലെ മേയർ നോക്കി, മേയറോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന്റെ കൂട്ടത്തിലാണ് ഇതും വന്നത്. അപ്പൊ ഇന്ന് തന്നെ അവിടെ ഓഫീസുള്ള ദിവസം തന്നെ വന്നു. ഇവരുടെ റിപ്ലൈ ഇവിടെ ആരും ഒന്നും പറയാനില്ല. അതിന്റെ ലീസിനെടുത്ത ആള് വന്നിട്ടില്ല. സ്ഥലത്തിന്റെ ഓണർ എവിടെയാ താമസിക്കുന്നതാണെന്ന് പറയുന്നു. അവർക്കും അതിന് ബാധകമല്ല എന്ന് പറയുവാണ്. അപ്പൊ ഇന്നിവിടെ ഉദ്ഘാടനം നടത്തത് സ്റ്റോപ്പ് ചെയ്യുന്നു. വരട്ടെ, കോർപ്പറേഷനിൽ വരട്ടെ, അപ്പൊ പിന്നെ ബാക്കി. Okay.